ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേക്ക് വിത്ത് ഷിൻസി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വീട്ടിലിരുന്നിട്ട് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പിനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ബണ്ണ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഡ്രൈ ഈസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചെയ്ത പോലെ തന്നെ ഈ പാലും നല്ല പോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഓയിൽ ഒന്ന് കുഴക്കുമ്പോൾ ഒരു ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അത് തന്നെ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഇതൊന്ന് മാവിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി ലിങ്ക്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ചോപ്പായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒറിഗാനോ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി മസാല പൗഡേഴ്സാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ അധികമൊന്നും ആഡ് ചെയ്യുന്നില്ല. നേരത്തെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കുറച്ച് മുളക് പൊടി നമ്മളുടെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ എല്ലാം ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ചിക്കനും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ജസ്റ്റ് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പിട്ട് വേവിച്ചതാണ്. അത് ഇതുപോലെ ചെറുതാക്കി ഇതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഇവിടെ നമ്മളുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 മണിക്കൂറിന് ശേഷം മാവ് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ബണ്ണിന് വേണ്ടിയിട്ട് ഓരോ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഭയങ്കര തിന്നല്ല, എന്നാൽ അത്യാവശ്യം തിക്നെസ്സിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം തിക്നെസ്സിൽ ഇതൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ മാവ് 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഓരോ പീസും കട്ട് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ബോളാക്കി ഇതുപോലെ മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതിൽ ഓരോ ബോൾസ് എടുക്കണം, ഇതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കുക. ഭയങ്കര തിന്നാക്കി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്ത് പരത്തിയതിന് ശേഷം നമുക്കിതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഒരു ബോൾ പോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. നല്ല പോലെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ബണ്ണ് ബേക്ക് ചെയ്ത് വരുമ്പോൾ വിണ്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പോലെ ജസ്റ്റ് ഇതൊന്ന് ബണ്ണിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അങ്ങനെ ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. നേരത്തെ ബണ്ണ് ഉണ്ടാക്കി കാണിച്ച് തന്ന പോലെ തന്നെ ബാക്കി എല്ലാ ബണ്ണും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇനി ചെയ്യാനുള്ളത് എഗ് വാഷാണ്. അപ്പോൾ എഗ് വാഷ് സാധാ പോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് എല്ലാ ബണ്ണിൻ്റെ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാവരും എള്ള് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ള കളറാണെങ്കിലും ഇനിയിപ്പോൾ കറുത്ത കളറാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ബണ്ണുകളും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബേക്കായി വരുമ്പോൾ ചിലപ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എല്ലാ ബണ്ണും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ബണ്ണും ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബണ്ണൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ്. താങ്ക്